ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പഴം പൊരിച്ചതാണ്. നമ്മുടെ സാധാരണ പഴംപൊരിയല്ല, പഴം നെയ്യിൽ വാട്ടിയത്. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും പെട്ടെന്ന് വരുന്നവർ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ട്രഡീഷണലായിട്ട് തന്നെ ചെയ്ത് വരുന്നൊരു സംഭവം തന്നെയാണിത്. പുതിയൊരു ഐറ്റം ഒന്നുമല്ല. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഞാൻ 2 മീഡിയം സൈസ് പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഇനി അത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു പഴത്തിന് 4ആയിട്ടാണ് ഞാൻ കീറിയിട്ടുള്ളത്. അപ്പോൾ പഴംപൊരി ആകുമ്പോൾ നമ്മൾ 5, 6 വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ 4ആയിട്ടേ കീറിയിട്ടുള്ളൂ. കുറച്ച് കനത്തിലാണുള്ളത്. പഴമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി 2 പഴം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. 8 പീസ് ഉണ്ടാവും. ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നെയ്യ് ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ നെയ്യ് ഒഴിച്ചാൽ മതി. ഒരുപാട് നെയ്യ് വേണ്ട. അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മൾ പഴം ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പഴം വേവുമില്ല, സൈഡൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ശരിക്കും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ തന്നെ ധാരാളമായിരിക്കും. ഒരുപാട് നെയ്യിൽ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും മൊരിഞ്ഞു തോന്നുമ്പോൾ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ പാത്രത്തിൽ നമുക്ക് വേറെ ചെറിയ പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും നെയ്യൊന്നും ബാലൻസ് വന്നിട്ടില്ല. അപ്പോൾ ആ പാനിലേക്ക് തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്കൊരു 1.5 ടീസ്പൂൺ നെയ്യിൻ്റെ ആവശ്യമുള്ളൂ. അതിലേക്ക് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരി നിർബന്ധമൊന്നുമില്ല. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ ആവാം. തേങ്ങ ഒന്ന് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, കാരണം നെയ്യും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആകുമ്പോൾ ഇഷ്ടമാവും. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട, ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ പഴത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഴത്തിലൊട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് പഴം മാത്രം എടുത്ത് കഴിക്കാം. അതല്ല, പഞ്ചസാരയും അതുപോലെ തേങ്ങയും എല്ലാം കൂടി വേണം എന്നുള്ളവർക്ക് പഴത്തിൻ്റെ കൂടെ ഈ മിക്സും കൂടി എടുത്ത് കഴിക്കാം. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ മിക്കവാറും ഈ പഴത്തിൻ്റെ കൂടെ ഈ തേങ്ങാക്കൂട്ടും കൂടി എടുത്ത് കഴിക്കണമായിരിക്കും ഇഷ്ടം. അതല്ല, വെറുതെ റോസ്റ്റ് ചെയ്ത പഴം മാത്രം കഴിക്കാനാണെങ്കിൽ അങ്ങനെയും ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.